ബിരിയാണിയായിരുന്നല്ലേ? ഞാൻ ബീഫാണ്. ഇനി അത് ബിരിയാണി, ഞാൻ ചിക്കൻ. അത്ര വലിയ രസമൊന്നുമില്ല. ഉമ്മ ചായ ഇതെത്ര കടുപ്പ് ഇട്ടിനി? ചായപ്പൊടിയിൽ എനിക്ക് വെറുതെ ഇട്ടുന്നിയാ? കഴിച്ചിട്ടന്നെ ഇട്ടിട്ടില്ല ഉമ്മ. ഇങ്ങനെ പറയുന്നു ഉമ്മ. മധുരം കൊറേ ഇട്ടിനി. ഷുഗർ വരുത്താൻ എനിക്കെന്നെ. ഉമ്മ എന്നെ ആക്കിയിട്ട് കുടിച്ചോ, ഞാൻ വേറെ ആക്കിത്തല്ലേ. അങ്ങനെ പറയല്ലപ്പാ, ഇനി ശ്രദ്ധിച്ചാ മതി. പാച്ചിക്കാന്റെ വീട് എന്താ രസം, എനിക്ക് ഇഷ്ടായി. ഇംഗ്ലീഷ് ലുക്ക് ഉണ്ട്. എന്തുണ്ടായിട്ടെന്നാ വേണ്ടേ? അടുത്ത ബാത്റൂമിലെ ബക്കറ്റ് എന്തിനാ? പെയിന്റ് ബക്കറ്റ് അയച്ചിട്ട്. പെയിന്റ് ബക്കറ്റ് ഞാൻ റൂമിലെ കണ്ടില്ലല്ലോ. പെയിന്റ് ബക്കറ്റ് ഒന്നുമില്ല. റൂമിലെ അല്ല, അടുക്കളയിലെ. ഇത്ര പൈസ ഇതാക്കിയിട്ട് ഒരു വീട് വെക്കാം, ഒരു ബക്കറ്റ് വാങ്ങണ്ടേ? അന്ന പറഞ്ഞ മതി. എപ്പോഴും കുട്ടി പറഞ്ഞോ, എന്നാലേ സമാധാനം. ഞാൻ ഇത് പോണ. എന്തൊരു മഴയാ പെയ്യുന്നു. ഇതെന്തൊരു കാലാവസ്ഥയാ? ഇങ്ങോട്ട് വന്നാ ഒരു മഴയാപ്പാ. ഇന്ന് എന്തൊരു പെയ്യില്ല പെയ്യുന്നു. ഒരു കണക്കിന് മഴ നല്ലതാ. ഫാനൊന്നും ഇടണ്ടായോ? ഇവിടെ 24 മണിക്കൂറല്ലേ ഫാൻ ഇട്ട് വെക്കാൻ. കറണ്ടും എത്രയാ ബെത്ത്. ഇപ്പൊ ഫാനും വേണ്ട, ചെടിക്കൊന്നും അധികം വെള്ളം നനക്കാത്തോണ്ട് മോട്ടറും അധികം വേണ്ട. ഭയങ്കര ബുദ്ധി തന്നെ. ഓരോ സ്ഥലത്ത് ഇടിഞ്ഞിട്ടോ പൊഴിഞ്ഞിട്ടോ കിണർ വെള്ളത്തിനടിയിലായിട്ടോ നീ ന്യൂസൊന്നും കണ്ടിട്ടില്ല? മഴക്കാലം പിന്നെ ഓരോ സ്ഥലത്തെല്ലാം സംഭവിക്കുന്നല്ലേ, ഉണ്ടാവുന്നല്ലേ, അതെല്ലാം സാധാരണയല്ലേ. അവനവന് അനുഭവത്തിൽ വരുമ്പോൾ അതിൻ്റെ കാഠിന്യം മനസ്സിലാകും. അല്ലെങ്കിൽ എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞ പോലെ നാം അനുഭവിക്കാത്ത ജീവിത പാഠങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. എത്ര ശരിയാന്ന് പറഞ്ഞത്. ഓരോ കാര്യത്തിൻ്റെ ആഴം ഒരിക്കലും മനസ്സിലാവില്ല. ചോറ് കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ ചോറ് എടുത്തു നോക്കാം. ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്ത: കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ വരുന്ന മണിക്കൂറിൽ കനത്ത മഴയ്ക്ക് സാധ്യത. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നവർ ജാഗ്രതയാകുക. ഇനി കരണ്ടൊന്നും ഉണ്ടാവൂല. വേഗം പോയി അരി അരക്കട്ടെ, കറുക്കും അരക്കട്ടെ. ഇന്നു കുറച്ച് തേങ്ങ ചെറിയത്താ. ഇന്ന് വേഗം കണ്ട വഴിയായിരിക്കും.